പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി ഇതാ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ദിവസം നമ്മൾക്ക് ആരംഭിക്കാം. തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നാണ് യേശുക്രിസ്തു നമ്മൾക്ക് ആവശ്യമുള്ളത് നൽകുന്നത്. ജീവിതത്തിൽ വേണ്ടതെല്ലാം ഈ ലോകത്തിൽ നൽകപ്പെട്ടുകൊണ്ടാണ് പ്രിയ മക്കളെയും നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനാൽ തന്നെയും വചനത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വഴിതെറ്റിപ്പോയ മനുഷ്യൻ, വഴിതെറ്റിപ്പോയ നക്ഷത്രങ്ങളായി മാറിയ പിശാചിന്റെ വഴികൾ നമ്മൾ മനസ്സിലാക്കി ആ വഴിതെറ്റിയ നക്ഷത്രത്തെ ദൈവത്തോട് കൂട്ടിയോജിപ്പിക്കപ്പെടുവാൻ ഞാനാകുന്ന നക്ഷത്രം അതിനുവേണ്ടി വിരുദ്ധമായി പോരാടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പിശാചിനെതിരാൾ പോരാട്ടത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നോയമ്പ് കാലം ഫലദായകമാകണം. ഈ ഫലദായകമാകണമെങ്കിൽ വചനം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം. വചനം നമ്മളോട് സംസാരിക്കുന്നത് നിന്നെയും എൻ്റെയും മക്കളെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്. യേശുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ ആലാപനം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അതൊരു സമാധാനത്തിന്റെ വലിയ അനുഭവമായി മാറും എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയെങ്കിലും നിങ്ങൾക്ക് ഈ നിമിഷങ്ങൾ സമാശ്വസിക്കാം. യേശു എന്നോട് സംസാരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ യേശു ഇടപെടുന്നു, എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ യേശു കടന്നു വരുന്നു, എൻ്റെ ജോലികളിൽ ദൈവം കൂടെയുണ്ട്, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഈശോ അറിയാതെ എനിക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഈശോ പറയും, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ നമ്മുടെ ഓരോരുത്തരും ഭവനം ശുദ്ധീകരിക്കാം. ദൈവം നമ്മുടെ ആലയത്തെ ശുദ്ധീകരിക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരും ദൈവത്തെ സമർപ്പിക്കാം. നിങ്ങൾ വചനം ഷെയർ ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.